പാർട്ടിയുടെ ജില്ലാ നിയോജക മണ്ഡലം നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മലപ്പുറം ജില്ലയിലെ 16 അസംബ്ലി മണ്ഡലം തലങ്ങളിലും SDP ഒരു ഡിമാൻഡ് മാർച്ച് നടത്തുകയാണ്. ഇതിൽ ആവശ്യം വളരെ വ്യക്തമാണ് എന്ന് മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ ജനതയ്ക്ക് ഇത് സുപരിചിതവുമാണ്. 16 വർഷമായി SDP ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരരംഗത്താണ്. എന്തിനാണ് SDP ഈ ആവശ്യവുമായി മുന്നോട്ട് വരുന്നത് എന്നത് ഈ ജില്ലയിലെ ജനങ്ങൾക്കറിയാം. അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഒരു ജില്ലയിലെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അത് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. അവർക്കറിയാം എന്തുകൊണ്ടാണ് SDP മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയൊരു ജില്ല രൂപീകരിക്കുന്നത്. 14 ജില്ലകളുള്ള കേരള സംസ്ഥാനത്ത് അതിന് മൊത്തം ജനസംഖ്യയിൽ ആനുപാതികമായി നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ര എന്തായാലും വരാൻ പാടില്ല. പക്ഷേ കേരളത്തിന്റെ മൊത്തം ജനസംഖ്യയിൽ 13% മലപ്പുറം ജില്ലയിലാണ്. ഈ 48-50 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ, അവരുടെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, വികസന വിഷയങ്ങളെ, വിദ്യാഭ്യാസത്തെ, ആരോഗ്യത്തെ, അവരെ ബാധിക്കുന്ന നിരവധി അവരുടെ ജീവിത ആവശ്യങ്ങളെ അത് അഡ്രസ് ചെയ്യാൻ ഈ ജില്ലയിലെ ഭരണ സംവിധാനത്തിന് സാധ്യമാകുന്നുവോ എന്ന ചോദ്യത്തിന് SDP ഉത്തരം പറയേണ്ടതില്ല. അതിവിടുത്തെ ഭരണ സംവിധാനം, കലക്ടർമാർ, പോലീസ് സൂപ്രണ്ടുമാർ, അതുപോലെ തന്നെ ജില്ലാതല ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ മതി. എന്തുമാത്രം ഭരണപരമായ പ്രതിസന്ധിയാണ് അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് അവരനുഭവിക്കുന്ന പ്രതിസന്ധി എന്താണെന്ന് അവർക്കറിയാം. അങ്ങ് ഈ ജില്ലയുടെ അങ്ങേ തലയിൽ മുതൽ അങ്ങ് പടിഞ്ഞാറ് വെളിയങ്കോട് വരെ 140 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. ജില്ലാ ആസ്ഥാനമായ മലപ്പുറത്ത് നിന്ന് വെളിയങ്കോട്ടേക്ക് എത്തണമെങ്കിൽ 70 കിലോമീറ്റർ അധികം പോകണം. അതുപോലെ തന്നെ വഴിക്കടവിലേക്ക് എത്തണമെങ്കിൽ 70 കിലോമീറ്റർ അധികം പോകണം. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ജില്ലാ കലക്ടർക്കോ ജില്ലാതല ഉദ്യോഗസ്ഥന്മാർക്കോ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോ ജില്ലയുടെ അറ്റത്തേക്ക് എത്തണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കുകയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ അവിടുത്തെ പ്രതിസന്ധികൾ നേരിടാൻ അവർക്ക് സാധ്യമാവുന്നില്ല. ജനങ്ങൾ കൊടുക്കുന്ന പരാതികൾ, ഞങ്ങൾക്ക് പരാതി കൊടുക്കാൻ അല്ലെങ്കിൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ ആസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വന്നുപെട്ടാൽ തന്നെ അവർ കൊടുക്കുന്ന പരാതികൾ പരിഹരിക്കാൻ, സമയബന്ധിതമായി തീർത്തു കൊടുക്കാൻ ജില്ലാ അഡ്മിനിസ്ട്രേഷന് സാധ്യമാവുന്നില്ല. അത് അഡ്മിനിസ്ട്രേഷൻ രംഗം നേരിടുന്ന അതിഭീകരമായ പ്രതിസന്ധിയാണ്. 50 ലക്ഷത്തോളം വരുന്ന ജനവിഭാഗത്തിന് അവർ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഒരു സ്റ്റേറ്റിലെ, ഒരു ജില്ലയിലെ ജനങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ഭരണകൂടവുമായി സംവദിക്കേണ്ടതുമായ നിരവധി വിഷയങ്ങളുണ്ടാവും. അത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സാധ്യമല്ല എന്നത് അത് തുറന്നു പറഞ്ഞത് ഇവിടുത്തെ ജില്ലാതല ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. എന്താണ് നമ്മുടെ ആരോഗ്യരംഗത്തെ സ്ഥിതി? മലപ്പുറം ജില്ലക്ക് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടുത്തെ ഈ മഞ്ചേരിക്കാരായ ജനതയോട് ഒരു മെഡിക്കൽ കോളേജിന്റെ ഉപയോഗം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർക്ക് അനുഭവിച്ചറിയുന്നതായിരിക്കും. ഇപ്പോഴും മലപ്പുറം ജില്ലക്കാർ ഒരു മെഡിക്കൽ കോളേജിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഈ മഞ്ചേരിയിലെ ബോർഡ് മാത്രം മാറ്റിവെച്ച ഒരു മെഡിക്കൽ കോളേജിലേക്ക് വരുന്നില്ല. നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഒരു പ്രതിസന്ധി ബോർഡ് മാത്രമേ മാറ്റിവെച്ചിട്ടുള്ളൂ. കേരളത്തിലെ ഒട്ടുമിക്ക മെഡിക്കൽ കോളേജുകൾക്കും 100-ലധികം, 120-ലധികം, 250 ഏക്കറിലധികം സ്ഥലമുണ്ട്, ഭൂമിയുണ്ട്, അതിന് സൗകര്യങ്ങളുണ്ട്. പക്ഷെ മലപ്പുറം ജില്ലക്ക് ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെച്ചതിന് അപ്പുറത്തേക്ക് യാതൊരുവിധ സൗകര്യങ്ങളുമില്ല എന്നുള്ളത് ജനങ്ങൾ അനുഭവിക്കുന്ന ഒന്നാണ്. കേരളത്തിൽ
602 ആളുകൾക്ക് ഒരു കണക്ക് നമ്മൾ അറിയുകയാണെങ്കിൽ കേരളത്തിലെ ആശുപത്രികളിൽ 602 പേർക്ക് ആവറേജ് ഒരു ബെഡ് ആശുപത്രിയിൽ ഉണ്ട് നിലവിൽ. പക്ഷെ അത് മലപ്പുറം ജില്ല എടുത്ത് പരിശോധിക്കുമ്പോ 3927 പേർക്ക് ഒരു ആശുപത്രി ബെഡ് ലഭിക്കുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിന്റെ ദുരിതം. ഒരു രോഗം ബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാൽ 600 പേർക്ക് ഒരു ബെഡ് എന്നുള്ള ആനുപാതത്തിൽ കേരളത്തിന് അനുവാദം എങ്ങനെയാണ്? അത് പത്തനംതിട്ടക്കാർക്കും ആലപ്പുഴക്കാരും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുകാരും ആ സൗകര്യം അനുഭവിക്കുകയാണ്. പക്ഷെ മലപ്പുറം ജില്ലയിൽ 3927 പേർക്ക് മാത്രമേ ഒരു ബെഡ് ലഭ്യമാവുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ മറ്റു ജില്ലകളിൽ ലഭിക്കുന്ന സൗകര്യത്തിന്റെ 1/6 മാത്രമാണ്, അല്ലെങ്കിൽ 1/7 മാത്രമാണ് മലപ്പുറം ജില്ലയിലെ രോഗികൾക്ക് ഈ ജില്ലയിലെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളിലെ ആശുപത്രികളിൽ സൗകര്യം ലഭിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്തുമാത്രം നീതികേടാണിത്. അതുപോലെ തന്നെ ഈ മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ മൊത്തം വിദ്യാർത്ഥികളുടെ 20.73% വിദ്യാർത്ഥികളും ഈ ജില്ലയിലാണ്. ആലോചിച്ച് നോക്കുക, കേരളത്തിലെ മൊത്തം വിദ്യാർത്ഥികളിൽ 20.73% എന്ന് പറഞ്ഞാൽ 1/5 വിദ്യാർത്ഥികൾ. കേരളത്തിൽ മൊത്തം പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ 1/5 വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിലാണ്. ഈ ജില്ലയിലെ വിദ്യാഭ്യാസ സൗകര്യം എന്താണ്? ഇവിടെ SSLC കഴിഞ്ഞാൽ +1 അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്ത് ത്യാഗമാണ് അനുഭവിക്കേണ്ടി വരിക? മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും അവർ പഠിച്ച സ്കൂളുകളിൽ ഈ +1 അഡ്മിഷൻ കിട്ടുന്നില്ല എന്നത് SSLC പാസ്സായ വരുന്ന വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കൾ ആ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു കണക്കാണ്. എന്താണ് മലപ്പുറം ജില്ലയ്ക്ക് മാത്രം പ്രതിസന്ധി? കേരളത്തിലെ മൊത്തം ആശുപത്രികളിലെ സൗകര്യങ്ങളിൽ 5.44% സൗകര്യം മാത്രമേ മലപ്പുറം ജില്ലയിലുള്ളൂ. അപ്പൊ നമ്മൾ 13% കണക്ക് പറയുമ്പോഴാണ് ഇതിന്റെ വസ്തുത നമ്മൾ പഠിക്കേണ്ടത്. 13% ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ നമ്മുടെ ആരോഗ്യരംഗത്തിന്റെ സംവിധാനം പരിശോധിക്കുമ്പോ നമുക്ക് 5.4% സൗകര്യങ്ങളാണ് മലപ്പുറം ജില്ലയിലെ ആളുകൾക്ക് ലഭ്യമാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ കേരളത്തിലെ മൊത്തം പരിശോധിക്കുകയാണെങ്കിൽ 3400 പേർക്ക് ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. പക്ഷെ മലപ്പുറം ജില്ലയിൽ 7000 പേർക്ക് ഒരു ഡോക്ടർ സേവനം ലഭ്യമാകുന്നുള്ളൂ. ആളുകൾ അവരാശ്രയിക്കേണ്ടത് വലിയ ചാർജ് കൊടുത്ത്, വലിയ ഫീസ് കൊടുത്ത് ഇവിടെ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ടി വരുന്നു, ആശ്രയിക്കേണ്ടി വരുന്നു. ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കുമ്പോ, അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ് 110 സീറ്റാണ് MBBS മലപ്പുറത്തുള്ളത്. പക്ഷെ കോഴിക്കോട് 250 ഉണ്ട്. അത് തിരുവനന്തപുരത്തും 10 ഒക്കെ 250 സീറ്റുണ്ട്. മലപ്പുറം ജില്ലയിൽ 50 ലക്ഷം ആളുകൾ ഉണ്ടായിട്ട് മൊത്തം ജനസംഖ്യയുടെ 13% മലപ്പുറത്തുകാരായിട്ട് മലപ്പുറം ജില്ലയിൽ മൊത്തം വിദ്യാർത്ഥികളുടെ 20%, കേരള സംസ്ഥാനത്തെ മൊത്തം വിദ്യാർത്ഥികളുടെ 20% മലപ്പുറം ജില്ലയിലായിട്ട് ഈ മലപ്പുറം ജില്ലയുടെ ജില്ലാ മെഡിക്കൽ കോളേജിൽ കേവലം 110 സീറ്റ് മാത്രമാണുള്ളത്. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ, വ്യവസായങ്ങളുടെ കാര്യത്തിൽ മലപ്പുറം അങ്ങേയറ്റം പുറകിലാണ്. നമ്മുടെ ആളോഹരി വരുമാനം GDP മലപ്പുറം ജില്ലയിൽ കുറവാണ്. അപ്പൊ നമ്മുടെ വികസനത്തിന്റെ ഏത് മാനദണ്ഡം എടുത്ത് പരിശോധിച്ചാലും, ആരോഗ്യ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും വ്യവസായ രംഗത്താണെങ്കിലും എന്ന് വേണ്ട നമ്മുടെ ഒരു മനുഷ്യന്റെ, ഒരു പൗരന്റെ പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാനുള്ള സകല സൗകര്യങ്ങളുടെ കാര്യത്തിൽ എടുത്ത് പരിശോധിക്കുമ്പോ മലപ്പുറം ജില്ല അങ്ങേയറ്റം പുറകിലാണ്. ഇത് ഇങ്ങനെ പുറകിലാണ് എന്ന കാര്യം പറഞ്ഞ് ഇത് കുറെ മുമ്പ്, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലേ SDPI? 16 വർഷം മുമ്പ് 2010 SDPI ആവശ്യം ഉന്നയിച്ച് രംഗത്തിറങ്ങിയതാണ്. ഈ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന് ശക്തിയുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അവർക്ക് ഏറ്റവും കൂടുതൽ MLA-മാരെ ജയിപ്പിച്ചേക്കുന്ന ജില്ലയാണ് മലപ്പുറം. 2010 ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് SDPI സമരത്തിറങ്ങി.
ജനങ്ങളുടെ ഈ സർക്കാരിന്റെ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റുന്നതിന് നമ്മൾ ഇവിടെ ഹർത്താൽ വരെ ആചരിച്ചു. അങ്ങനെ കേരളത്തിന്റെ മൊത്തം ശ്രദ്ധ മലപ്പുറത്തേക്ക് കൊണ്ടുവരികയും മലപ്പുറത്തിന്റെ ഈ വികസനപരമായ പിന്നോക്കാവസ്ഥ പൊതുജനത്തിന് മുമ്പിലും ഭരണാധികാരികൾക്ക് മുമ്പിലും അതിശക്തമായ രീതിയിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടും ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ പോലും ഈ കേരളത്തിന്റെ ഗവൺമെന്റുകളോ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളോ തയ്യാറായില്ല എന്നത് ഈ ഒരു ജനതയോട് കാണിക്കുന്ന അതിക്രൂരമായ വിവേചനത്തിന്റെ ശക്തമായ തെളിവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ കുറെ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ. കേരളം ഭരിക്കുന്നവരുണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്. ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള, എന്നാൽ 10 വർഷം മുമ്പ് വരെ കേരളത്തിന്റെ ഭരണസിലാ കേന്ദ്രങ്ങളിൽ അടയിട്ടിരുന്ന UDF-കാരുണ്ട്. എന്ത് ഇവിടെ പ്രശ്നം? ഈ ജില്ലക്കാരുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഇതിന്റെ ഒരു വികസനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു കേവല ഒരു വിഭജന മുദ്രാവാക്യമല്ല. ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ധാരണയുണ്ട് ഇതൊരു വിഭജന മുദ്രാവാക്യമാണ് എന്ന്. അങ്ങനെയാണ് ഒരിക്കലും ഇതൊരു വിഭജന മുദ്രാവാക്യമല്ല. നമ്മുടെ ഭരണഘടന വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഒരു പ്രദേശത്തിന്റെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ സംഗതികൾ പരാജയപ്പെടുമ്പോ അഡ്മിനിസ്ട്രേഷൻ ജില്ലാ ഭരണകൂടത്തിന്റെ അവരുടെ ഗവേണൻസ് ഒരു ഗുഡ് ഗവേണൻസ് നടക്കുന്നില്ലെങ്കിൽ ഭൗമ പ്രകൃതിയിൽ അതിന്റെ വിസ്താരം കൂടുതലാണെങ്കിൽ അവിടെ ഭരണഘടനാപരമായി ജില്ലകൾ ഉണ്ടാകണമെന്നുള്ളത് ഭരണഘടനാപരമായ ഇവിടെ ആളുകൾ കിട്ടേണ്ട അവകാശമാണ്. അത് ചെയ്തു കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ എത്ര ജില്ലകളുണ്ടെന്ന് പരിശോധിക്കട്ടെ. അവിടുത്തെ ജനസംഖ്യാനുപാതികമായി ജില്ലകൾ വീഴ്ച കൊടുത്ത് വികസനം നടക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്ന ജില്ല വന്ന എങ്ങനെയാ വികസനം കൂടുക? സിമ്പിളാണ് ഉത്തരം. കഴിഞ്ഞ ഗവൺമെന്റ് എല്ലാ ജില്ലകൾക്കും ഓരോ മെഡിക്കൽ കോളേജ് അനുവദിച്ചു. ഈ 50 ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറത്തിനും 13 ലക്ഷം ജനസംഖ്യയുള്ള പത്തനംതിട്ടക്കും അതിൽ താഴെ ജനസംഖ്യയുള്ള ആലപ്പുഴക്കുമൊക്കെ ഓരോ മെഡിക്കൽ കോളേജ് അനുവദിച്ചപ്പോ 50 ലക്ഷമുള്ള നമുക്കും ഒരു മെഡിക്കൽ കോളേജാണ് കിട്ടുന്നത്. ഈ ജില്ല രണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ തിരൂര് ജില്ല ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് 2 മെഡിക്കൽ കോളേജ് കിട്ടുമായിരുന്നു. നമുക്ക് ഒരു ജില്ലക്ക് ഒരു ആർട്സ് കോളേജ് അല്ലെങ്കിൽ ജില്ലക്കനുസൃതമായി ആർട്സ് കോളേജുകൾ അനുവദിക്കുമ്പോ നമുക്കറിയാം, കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഈ ജില്ല എത്രത്തോളം അനുഭവിച്ചതാണ്. ജില്ലകൾക്ക് വാക്സിനുകൾ കൊടുത്തപ്പോ ജില്ലാടിസ്ഥാനത്തിലാണ് വാക്സിൻ കൊടുത്തത്. നമ്മുടെ ജില്ലക്ക് ജനസംഖ്യാനുപാതികമായി കിട്ടിയില്ല. നമ്മൾ ആവശ്യപ്പെടുന്നത് ജനസംഖ്യാനുപാതികമായ ഈ ആനുപാതികമായ വികസനമാണ്, ആനുപാതികമായ ഒരു ഭരണപരമായ സൗകര്യമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിക്കുമ്പോ ഇത് വികാരഭരിതമായ, ഇത് വൈകാരികമാണ് എന്നാണ് ഇവിടെ നിരീക്ഷകരെ പറഞ്ഞത്. നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ വൈകാരികം എന്നത്. ജില്ലാ വിഭജനം അല്ലെങ്കിൽ ജില്ലയുടെ ഒരു പുതിയ ഈ പ്രദേശത്തെ ഈ പിന്നോക്കി നിൽക്കുന്ന ഈ പ്രദേശത്തെ 2 ജില്ലകളാക്കി മാറ്റുന്നത് അത് വൈകാരികമാണെന്നാണ് പറയുന്നത്. ഇത് വൈകാരികമല്ല. അങ്ങനെ ആരും ഇതിനെ പറഞ്ഞ് മതപരമായി വൈകാരികമായി എന്ന് പറഞ്ഞ് ഈ ആവശ്യത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് ഈ ജില്ലയോട് ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ്. ഈ ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി എന്ന് സ്വയം അഭിമാനിക്കുന്ന മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗത്തിന്റെ നേതാക്കന്മാർ ഈ അടുത്ത് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുനവർ തങ്ങളടക്കമുള്ളവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇതൊരു വൈകാരികമാണ് ഈ ആവശ്യമെന്നാണ്. എന്താണ് വൈകാരികത? എന്താണ് വൈകാരികത? എന്താണ് മതപരം? ഇവിടെ ആശുപത്രി ഇല്ല എന്ന് പറയുന്നതോ? മറ്റു ജില്ലകളിൽ 3400 പേർക്ക് ഒരു ഡോക്ടറുടെ സേവനം കിട്ടുമ്പോ മലപ്പുറം ജില്ലയിൽ അത് 7000 ആളുകൾക്കേ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നത് വൈകാരികമാണോ അതോ വികസനപരമായ ആവശ്യമാണോ? ജനങ്ങളുടെ വ്യക്തിപരമായ ആവശ്യമാണോ? കേരളത്തിൽ 20% വിദ്യാർത്ഥികളുടെ ജില്ലക്ക് കൂടുതൽ കോളേജുകൾ വേണമെന്ന് പറയുന്നത് വൈകാരികമാണോ? ഈ ജില്ലയിലെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ മോശക്കാരൊന്നുമല്ല, അവർ നന്നായി പഠിക്കുന്നവരാണ്. കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഫുൾ A+ കിട്ടി ഇവിടുത്തെ SSLC വിജയിക്കുന്ന കുട്ടികളുള്ള ജില്ല മലപ്പുറമാണ്. അപ്പൊ ഈ രീതിയിൽ ഇതിനെ വൈകാരികമായി ചിത്രീകരിക്കുന്നു, ഇതിനെ മതപരമായി കാണുന്നു. ഇതൊരു മതപരവുമില്ല, വൈകാരികവുമില്ല. ഇത് സമ്പൂർണമായി ഇത് ജനാധിപത്യപരമായ ഭരണഘടനാപരമായ ആവശ്യമാണ്. നമ്മുടെ ഭരണഘടനയുടെ
അടിസ്ഥാനപരമായ ആശയം എന്ന് പറയുന്നത് ഗുഡ് ഗവേണൻസ് ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും ഫലപ്രദമാകണമെന്നതാണ്. ആ ഗുഡ് ഗവേണൻസ് ആണ് നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അതിലെവിടെയാണ് വൈകാരികത വരുന്നത്? അതിലെവിടെയാണ് മതപരം വരുന്നത്? ഇത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടാകേണ്ടതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾ പറയുന്നത് SDP ഇതുവരെ പറഞ്ഞു വന്നത് ഇപ്പൊ അടുത്താണ് ഇതിനോട് കുറച്ചെങ്കിലും ഇവിടുത്തെ ഈ ജില്ലയൊക്കെ കൂടുതൽ അംഗങ്ങളുള്ള ചില മതസംഘടനകളൊക്കെ ഇതിന് അനുകൂലമായി പ്രതികരിക്കാൻ തുടങ്ങിയത് എന്റെ സന്തോഷമുണ്ട്. സമസ്തയുടെ അതിന്റെ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലയിൽ ഇവിടെ പുതിയ ജില്ല വരണമെന്ന്. ഇത് ഞങ്ങൾക്ക് ഇതിൽ ചോദിക്കാനുള്ള ചില സംഗതികളുണ്ട്. ഈ ജില്ല അനുഭവിക്കുന്ന ഞെരുക്കം, വികസന രംഗത്ത് അനുഭവിക്കുന്ന ഞെരുക്കം, ഇത് അനുഭവപ്പെടുന്ന ജനതയെ അവരുടെ പ്രതിസന്ധികളെ കാണാതെ പോകുന്നത് ഏതർത്ഥത്തിലുള്ള ജനാധിപത്യമാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണ് ജനാധിപത്യം? അതേക്കുറിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ മറുപടി പറയേണ്ടതുണ്ട്. ഞങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഈ 48 കേരള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു ജില്ലയെ വിഭജിച്ച് പുതിയ ജില്ല ഉണ്ടാക്കണമെന്ന ആവശ്യം, ഇത് ശരിയോ തെറ്റോ എന്ന് പഠിക്കാൻ ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഒരു കമ്മീഷൻ വെക്കട്ടെ. ഇവിടെ ജനങ്ങളുടെ ആരോഗ്യ രംഗത്ത്, ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത്, ഇവിടുത്തെ വ്യവസായ രംഗത്ത്, ഇവിടെ ആളോഹരി വരുമാന രംഗത്ത് കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾക്ക് ഒരു പരിഹാരം ഈ ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കലാണ് എന്ന ആവശ്യം ഇത് ശാസ്ത്രീയമായി പഠിച്ച് ജനങ്ങളുടെ അഭിപ്രായം ആരായുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ വെക്കാൻ ഈ സംസ്ഥാന ഗവൺമെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒരു കമ്മീഷൻ വെക്കട്ടെ, പഠിച്ചിട്ട് പറയട്ടെ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഇത് മുഖം തിരിഞ്ഞു നിൽക്കല്, ഇത് പറയുമ്പോഴേക്ക് മലപ്പുറം എന്ന് പറയുമ്പോഴേക്ക് ബേജാറാകുന്ന കുറെ ആൾക്കാരുണ്ട്. ഇത് മുമ്പേ തുടങ്ങിയതാണ്. ഇവിടെ താനൂർ കടപ്പുറത്ത് പാകിസ്ഥാന്റെ കപ്പൽ വരുന്നെന്ന് പറയുന്ന ഇവിടുത്തെ വിഘടനവാദികളായ മതരാഷ്ട്രവാദികളായ ഇവിടുത്തെ RSSകാരുടെ വാദമുഖങ്ങളാണ് ഇവിടുത്തെ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയുന്നവർ പോലും ഏറ്റെടുക്കുന്നത് എന്നുള്ളത് വളരെയധികം പരിതാപകരമാണ്. മലപ്പുറം ജില്ലയെ നമുക്കറിയാം, ഈ ജില്ല ഏറ്റവും അങ്ങേയറ്റത്തെ വർഗീയവാദികളുടെ അല്ലെങ്കിൽ മതത്തിൽ അധിഷ്ഠിതമായ ചില താല്പര്യക്കാരുടെ ഒരു പ്രദേശമാണ് എന്ന കുപ്രചരണം ഈ ഇന്ത്യ രാജ്യത്ത് വളരെ കാലമായി RSSകാർ പ്രചരിപ്പിക്കുന്ന ഒരു കുപ്രചരണമാണ്. ആ കുപ്രചരണത്തിന് അടിവരയിടുകയാണ് ഇവിടുത്തെ CPM-ഉം മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ. ഞങ്ങൾ അവരോട് പറയുന്നത് ഒരു വസ്തുനിഷ്ഠമായ സ്വതന്ത്രമായ കമ്മീഷൻ വെച്ചിട്ട് മലപ്പുറം ജില്ലയുടെ പ്രതിസന്ധി പഠിക്കട്ടെ. ആ പഠിച്ചിട്ട് അവർ പറയണം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഇതിൽ ഞങ്ങളോട് പറയട്ടെ, ഇത് മതപരമാണോ, വൈകാരികമാണോ, ജനാധിപത്യപരമായ ഒന്നാണോ, ഭരണഘടനാപരമായ ഒന്നാണോ എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു മറുപടി ഇവിടുത്തെ ഭരണകൂടം പറയട്ടെ. എന്നിട്ട് മതി ഇതിനെ ചാപ്പകുത്തി പരാജയപ്പെടുത്താൻ. താല്പര്യമാണിത്. ഒരു ജനകീയ ആവശ്യം, ജനാധിപത്യമായ ആവശ്യം പറയുമ്പോ അത് ചാപ്പകുത്തി അതിനെ തകർക്കാനുള്ള ശ്രമം ഒരു ജനതയോട് കാണിക്കുന്ന ക്രൂരതയാണ്. ഇവിടെ ഇപ്പോ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് കേരളത്തിൽ. 2 മാസത്തിന് ശേഷം കേരള അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും. ഇപ്പൊ ജാഥകൾ നടക്കുന്നുണ്ട്. VD സതീശൻ നയിക്കുന്ന നവയുഗ കേരള യാത്ര വരുന്നുണ്ട്. ഇന്നും നാളെയും മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ഒരു ജാഥയുമുണ്ട്. അത് വികസന മുന്നേറ്റ യാത്രയാണ്. ഈ മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുമ്പോ ഞങ്ങൾക്ക് അവരോട് വെല്ലുവിളിയോടുകൂടി ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. വെല്ലുവിളിയോടുകൂടി ഈ മലപ്പുറം ജില്ല അനുഭവിക്കുന്ന ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, ഇവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ ജില്ല നേരിടുന്ന ഭരണപരമായ പ്രതിസന്ധികൾ, ഇത് പരിഹരിക്കുന്നതിന് ഒരു പുതിയ ജില്ല വേണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുമ്പോ ഈ ജാഥ നയിക്കുന്ന നവയുഗ കേരള യാത്ര നടത്തുന്ന VD സതീശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്നും നാളെയും ഈ മലപ്പുറം ജില്ലയിലുണ്ട്. നിങ്ങൾ ഇന്നും നാളെയും ഈ ജില്ലയിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾക്ക് ഈ ജില്ലയോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഈ ജില്ലയുടെ ജനങ്ങളോട് നിങ്ങൾ നവയുഗ വികസനമാണ് നിങ്ങൾ പ്രഖ്യാപിക്കുന്നതെങ്കിൽ, ഈ മലപ്പുറം ജില്ലയോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ
ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളോട് നിങ്ങൾക്ക് അനുകൂല സമീപനമാണുള്ളതെങ്കിൽ നിങ്ങൾ ഈ ജാഥയിൽ പ്രഖ്യാപിക്കണം. മലപ്പുറം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ വന്നാൽ മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ആസ്ഥാനമായി ഒരു പുതിയ ജില്ല രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ ആണത്തമുണ്ടോ എന്ന് PD സതീശനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ പറയട്ടെ. വികസനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, നിങ്ങളുടെ താല്പര്യം ഒരു നവകേരളമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അതുപോലെ തന്നെ ഗോവിന്ദ മാഷ് നിങ്ങൾക്ക് പറയാനുണ്ട്, നിങ്ങൾ ഒരു വികസന മുന്നേറ്റമാണ് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ആ വികസന മുന്നേറ്റം ഒരു യാഥാർത്ഥ്യത്തോടുള്ള കാഴ്ചപ്പാട് കൂടിയാണെങ്കിൽ ഈ 14 ജില്ലയിൽ 50 ലക്ഷത്തോളം വരുന്ന ഒരു ജനത അധിവസിക്കുന്ന ഒരു ജില്ലയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പ്രഖ്യാപിക്കണം, അത് തുറന്നു പറയണമെന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് ആത്മാർത്ഥതയുള്ള പ്രതിബദ്ധതയുള്ളവരാണെങ്കിൽ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് ഇതിലൂടെ യാത്ര നടക്കുന്നതിൽ അന്തസ്സുള്ളൂ എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ധരിപ്പിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. എനിക്കൊരു കാര്യമേ ചോദിക്കാനുള്ളൂ, നീതി ചോദിക്കുന്നത് കുറ്റമാണോ എന്ന്. നീതി ചോദിക്കുന്നത് കുറ്റമാണോ? ഞങ്ങൾക്ക് ആരോഗ്യരംഗത്ത് പരിമിതികളുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് കുറവുകളുണ്ട്, GDP-യിൽ ഞങ്ങൾ മോശക്കാരാണ്, ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ തകരാറിലാണ്. അതുകൊണ്ട് നീതി വേണമെന്ന് പറയുന്നത് കുറ്റമാണോ? മറുപടി പറയണം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ. അതുപോലെ തന്നെ ജനസംഖ്യയിൽ ഒന്നാമതാണ് ഈ ജില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വികസന രംഗത്തും ഞങ്ങൾ ഒന്നാമതാകണം. ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് വൈകാരികമാണോ എന്ന് ലീഗുകാർ ഒന്ന് തുറന്നു പറയണം. കാരണം അവരാണ് പറഞ്ഞത് ഇത് വൈകാരികമായ ആവശ്യമാണ് എന്ന്. ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് മലപ്പുറം പിന്നോക്കത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്നതാണ്. മലപ്പുറം പിന്നോട്ട് പോകില്ല. ഈ ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിച്ച് ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന രീതിയിലേക്ക് ഭരണകൂടങ്ങൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരം, അതൊരു ജില്ലാ സമരമായിട്ട് ഇതിനെ ചുരുക്കുകയില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അജണ്ടയാക്കിയെടുത്ത് കേരളം മുഴുവൻ ഒരു സമരത്തിന്റെ ജ്വലയുയർത്തി ശക്തമായി മുന്നോട്ട് പോകാൻ SDPI തയ്യാറാകുമെന്ന് ഭരണകൂടങ്ങളോട്, രാഷ്ട്രീയ പാർട്ടികളോട് താക്കീതായി പറഞ്ഞുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം അറിയിച്ചുകൊള്ളുന്നു. ജയ് SDPI, ജയ് ഹിന്ദ്.